ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്ട്രെയിറ്റനിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കുറച്ച് ഭാഗം ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതിനുശേഷമായിരിക്കും എങ്ങനെയാണ് സ്ട്രെയിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ ആദ്യം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇതാകുമ്പോൾ കുറച്ച് ഇൻഫോർമേഷൻസ് അതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ അത് കിട്ടിയിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് കാര്യം പറയാണ്. ഇപ്പോൾ എല്ലാവരുടെ ഹെയർ ടെക്സ്ചേഴ്സും ഡിഫറെൻ്റ് ആണ്. കേളി ഹെയർ ഉള്ളവരുണ്ട്, സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവരുണ്ട്, വേവി ഹെയർ ഉള്ളവരുണ്ട്. അങ്ങനെ പല പല ടൈപ്പ്, ഇതിൻ്റെ തന്നെ പല എക്സ്ട്രീംസ് ഹെയർസ് ഉള്ളവരുണ്ട്. അപ്പം ഈ ഹെയർ ടൈപ്പ് ഉള്ളവരെ ഒന്നും എല്ലാവരും സ്ട്രെയിറ്റ് ചെയ്യണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ കേളി ഹെയർ ഉള്ളവരെല്ലാവരെയും ഇത് കണ്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങണമെന്നോ അങ്ങനെ ഒന്നുമല്ല. ഇപ്പം നമുക്കിപ്പം എനിക്ക് പേഴ്സണലി എൻ്റെ മുടി എനിക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും മുടി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാത്തവർ വീഡിയോ കാണേണ്ടെന്നല്ല, ഇത് ഒരാളെയും നമ്മൾ ഫോഴ്സ് ചെയ്താലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേളിയായിട്ട് കിടക്കുന്നവരും സ്ട്രെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഭംഗിയുള്ളൂ എന്നൊരു അർത്ഥത്തിൽ കാണിക്കുന്ന വീഡിയോ അല്ല. എല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാം. എങ്ങനെ കിടന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മുടിയാണ്, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്, ബാക്കിയുള്ളവരുടെ തല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസ്ക്ലെയിമർ. ഇനി നമുക്ക് വീഡിയോയുടെ മെയിൻ പാർട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്ട്രെയിറ്റനിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറേ ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നവരുണ്ട്, ടെമ്പററി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പെർമനൻ്റ് ചെയ്യുന്നതാണോ ടെമ്പററി ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത് എന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ടെമ്പററി ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ പറഞ്ഞാലും പെർമനൻ്റ് ആയിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കെമിക്കൽസ് ആണ്. അതെന്തായാലും നമ്മുടെ മുടിക്ക് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ല, പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാന്ന് പറയുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 8,000 to 9,000 റേഞ്ചിലൊക്കെ വരും പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പുതുതായിട്ട് വളർന്നു വരുന്ന മുടിക്ക് അറിയത്തില്ല നമ്മൾ ഓൾറെഡി മുടി സ്ട്രെയിറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് വളർന്നു വരുമ്പോൾ ചുരുണ്ടിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പെർമനൻ്റ് ആയിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തവരുടെ മുടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് മുടി ചുരുണ്ടും പിന്നെ നീണ്ടുമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്തെടുക്കാം, പെർമനൻ്റ് വേണോ ടെമ്പററി വേണമെന്ന്. ഇനി നമ്മൾ ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു സ്ട്രെയിറ്റ്നറാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ടൈപ്പ് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്ത ഒരാളാണ്. ആദ്യം ഞാൻ ഇതൊക്കെ സ്ട്രെയിറ്റനിങ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് അറിയുന്നതിന് മുമ്പ് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചായിരുന്നു. അതൊരുപാട് ഭയങ്കര വിലയൊന്നും ഇല്ലാത്തൊരു ചീപ്പായിട്ടുള്ളൊരു സ്ട്രെയിറ്റ്നർ ആയിരുന്നു. പക്ഷേ അതിനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആവും. ഇപ്പം ഈ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ അത്രയും ആവത്തില്ല, എന്നാലും അത് കുറേയൊക്കെ സ്ട്രെയിറ്റ് ആവും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും ലാസ്റ്റ് ചെയ്തില്ല. ഈ ഒരു സൈഡ് നമ്മൾ ചെയ്ത് അടുത്ത സൈഡിലോട്ട് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ആ സ്ട്രെയിറ്റ് ചെയ്തത് മൊത്തവും പോകുന്ന മാത്രമല്ല, അത് കുറെ കൂടെ മുടി ഒന്ന് ഫ്രിസി ആവുകയും കൂടെ ചെയ്യും. അപ്പോൾ അതായിരുന്നു ആ സ്ട്രെയിറ്റ്നറിന്റെ പ്രശ്നം. പക്ഷെ അത് ഞാൻ കുറെ നാൾ യൂസ് ചെയ്തു. അത് യൂസ് ചെയ്ത അവസാനം എനിക്ക് സ്ട്രെയിറ്റ്നറിലുള്ള ആ ഒരു കോൺഫിഡൻസേ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ സ്ട്രെയിറ്റ്നറും ഇങ്ങനെ ആയിരിക്കും, നമുക്ക് ഒരിക്കലും അങ്ങനെ പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തില്ല. അതുവഴി സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാർലറിൽ പോയി ചെയ്യുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് കാണോ അങ്ങനെ കിട്ടത്തുള്ളൂ എന്നൊക്കെ വരെ ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സ്ട്രെയിറ്റ്നറിനെ കുറിച്ച് അറിയുന്നത്, ഈ ഒരു സ്ട്രെയിറ്റ്നർ വാങ്ങുന്നത്. മറ്റേ ഞാൻ കുറേ നാൾ ഒരു 1-2 വർഷത്തിൽ കൂടുതലൊക്കെ ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഈ സ്ട്രെയിറ്റ്നറിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നറാണ്. ഇത് എത്ര രൂപയല്ല, ഇത് ഏത് മോഡലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അറിയത്തില്ല. ഞാനത് എൻ്റെ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഒരു വാങ്ങിച്ച സമയത്ത് അതിൻ്റെ MRP എന്നുവെച്ചാൽ ആമസോണിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കിടന്നിരുന്നത് ഒരു 3,000 to 4,000 എങ്ങാണ്. അപ്പോൾ പക്ഷെ നമുക്ക് അതിനകത്ത് ഓഫറിൽ കിട്ടുമല്ലോ. അപ്പം ഞാനാണെങ്കിൽ അതിൽ ഓഫർ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫർ കാണിക്കുന്ന ദിവസം നോക്കി വാങ്ങിച്ചു. അങ്ങനെ ആയപ്പോഴത്തേക്കും നമുക്കിത് കുറേ ലാഭത്തിന് കിട്ടി. എന്നാൽ പോലും ഒരു 2,000 എങ്കിലും മിനിമം ആവും. അതിൽ കുറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല, 2,000 എങ്കിലും മിനിമം ആവും. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പെർമനൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എത്ര രൂപയാവും? ഒരു 8,000, 9,000, 10,000 ഒക്കെ ആവും. അതല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പാർലറിൽ പോയി സ്ട്രെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് 1,000 rupees ആണ് ടെമ്പററി ആയിട്ട് ചെയ്യുന്നതിന്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു 2,000 rupees ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഒരുപാട് നാളത്തേക്ക് സ്ട്രെയിറ്റ് ചെയ്യാം. എല്ലാ ഫംഗ്ഷനും സ്വന്തമായിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം ഇതാണ് കുറച്ചുകൂടെ വൈസ് ചോയ്സ്. നമ്മളൊരു സ്ഥലത്ത് പോയി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വൈസ് ചോയ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു സ്ട്രെയിറ്റ്നർ. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ട്രെയിറ്റ്നേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാനും ആദ്യം വിചാരിച്ചിരുന്നു നമ്മൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണെന്ന്. പക്ഷെ അല്ല, അത് നല്ലൊരു സ്ട്രെയിറ്റ്നർ ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. അപ്പം നിങ്ങൾ അത് ആദ്യം കൺസിഡർ ചെയ്ത് നല്ലൊരു സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പോൾ അതാണ് ആദ്യം വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ഹെയർ സെറം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിനും കുറേയൊക്കെ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ മുടിയിലോട്ട് എന്തായാലും ഹീറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പം അതിനൊരു ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം ബെറ്റർ ആണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇത് സ്ട്രീക്സിൻ്റെ ഹെയർ സെറമാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ ഈ ഒരു കളറും ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു കളറാണ് ഞാൻ എപ്പോഴും വാങ്ങുന്നത്. ഇത് പല സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും ചെറുതുണ്ട്, ഇതിനേക്കാളും വലുതുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ സെറം എന്ന് പറയുന്ന സംഭവം നമുക്ക് വേണം. ഇത് വെക്കാതെ നമ്മളിപ്പം സ്ട്രെയിറ്റ് ചെയ്താലും മുടി സ്ട്രെയിറ്റ് ഒക്കെ ആവും, പക്ഷേ മുടിക്ക് നല്ല ഡാമേജ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് നമ്മൾ രണ്ട് സൈഡ് മുടിയെല്ലാം നമ്മളിങ്ങനെ നടുക്കൂടെ പാർട്ടീഷൻ എടുത്ത് ചീവിട്ടിട്ട് നമ്മൾ മുടി രണ്ടു ഭാഗവും നല്ലവണ്ണം നമ്മൾ തേച്ച് ഇത് നല്ല രീതിക്ക് അബ്സോർബ് ചെയ്ത് എടുക്കണം. അതിന് ശേഷം മാത്രമേ സ്ട്രെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷവും നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് മുടി സെറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതൊരു ഗ്ലോയിങ് ആയിട്ട് കിടക്കും. പിന്നെ ഈ സ്ട്രെയിറ്റ്നറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുക മാത്രമല്ല, മുടിയെ നല്ല സ്മൂത്ത് ആൻഡ് കണ്ടീഷൻഡ് ആക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് പറയാം, മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിൽക്ക് സ്മൂത്ത് ആയിട്ടിരിക്കും. അത് ഇവരുടെ അഡ്വർടൈസ്മെന്റിൽ തന്നെ പറയുന്നുണ്ട് സിൽക്ക് സ്മൂത്ത് ആയിട്ടിരിക്കുമെന്ന്. അത് കറക്റ്റാണ്, സിൽക്ക് സ്മൂത്ത് ആയിട്ടിരിക്കും. അത് മാത്രമല്ല ലാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഉപയോഗിച്ച് ഏകദേശം ഒരാഴ്ച വരെയൊക്കെ അത് ലാസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലാസ്റ്റ് ചെയ്യുന്നല്ല, ആ സ്മൂത്ത്നെസ് ഒരാഴ്ച വരെ ലാസ്റ്റ് ചെയ്യും. സ്ട്രെയിറ്റും നമ്മുടെ പഴയ മുടിയുടെ ടെക്സ്ചർ പോലെ ആവത്തില്ല. നമ്മൾ എന്ന് ഹെയർ വാഷ് ചെയ്യുന്ന അപ്പോഴേ ആവത്തുള്ളൂ. അന്ന് വരെ പഴയ മുടിയുടെ ടെക്സ്ചർ പോലെ ആവാതെ അതൊരു സ്മൂത്ത് വേവിനെസ് മാത്രമേ വരുത്തുള്ളൂ. അല്ലാതെ ഭയങ്കര ചുരുൾച്ചൊന്നും വരത്തില്ല. നമ്മളത് എങ്ങനെ കെയർ ചെയ്യുന്നതും കൂടെ നോക്കണം. നമ്മളെല്ലാം കൂടെ മറ്റേ പിന്നി കെട്ടി അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ചുരുട്ടിയൊക്കെ കെട്ടി വലിയ ഹെയർ സ്റ്റൈൽസും ട്രൈ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ബണ്ണ് കിട്ടിയേക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ അതാണ് ഈ സ്ട്രെയിറ്റ്നറിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ സാധനം ഹെയർ സെറം കൂടെ ഒരു സംഭവത്തിൽ നല്ലോണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്ട്രെയിറ്റ് ചെയ്ത് നമ്മൾ 2 ചീപ്പ് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അതായത് ഈ വലിയ ചീപ്പെന്ന് പറയുന്നത്, ഈ വലിയ വിട്ടുള്ള ചീപ്പെന്ന് പറയുന്നത് നമ്മൾ ജട ഇറക്കാനാണ്. ജട നമ്മൾ നല്ല രീതിയിൽ അറുത്തിട്ട് മാത്രമേ സ്ട്രെയിറ്റനിങ് വർക്ക് ആവത്തുള്ളൂ. ഫുള്ള് നമ്മൾ എല്ലാ ജടയും അറുത്ത് നല്ല ക്ലീൻ ആക്കി ഇട്ടാൽ മാത്രമേ സ്ട്രെയിറ്റനിങ് നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ പെർമനന്റ് ആയിട്ട് ഹെയർ സ്ട്രൈറ്റ് ചെയ്തവരുടെ മുടി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് മുടി ചുരുണ്ടും പിന്നെ നീണ്ടമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് പെർമനന്റ് ആയിട്ട് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്തെടുക്കാം. പെർമനന്റ് വേണോ ടെമ്പററി വേണോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിലോട്ട് വെച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് സ്ട്രൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ നാരിഴയും നല്ല പോലെ സ്ട്രൈറ്റ് ആവാനുള്ള ചാൻസ് നല്ല അങ്ങനെ സ്ട്രൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് 2 ഇങ്ങനെ ടൈപ്പുള്ള ചീപ്പ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട മുടി ക്ലിപ്പ് ചെയ്ത് ഓരോ നമ്മൾ സെക്ഷൻസ് എടുത്ത് ക്ലിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ ക്ലിപ്പ് ചെയ്യാനായിട്ടുള്ള ക്ലിപ്സ് എല്ലാം കൂടെ എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സ്ട്രൈറ്റനിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ. ഇനി സ്ട്രൈറ്റനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതിന് ആൻസേഴ്സ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ മുടിയിൽ നല്ലോണം ഹെയർ സെറമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും സ്ട്രൈറ്റ് ചെയ്യാൻ നേരത്ത് നടുക്കുന്ന പാർട്ടീഷൻ എടുത്ത് ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമ്മൾ ഒരു സൈഡിലെ മുടി ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സൈഡിൽ ചെയ്യാനായിട്ട് നല്ലോണം ഒരു ക്ലീൻ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യേണ്ട സെക്ഷൻ ഓഫ് ഹെയർ മാത്രം എടുത്തിട്ട് ബാക്കി ഹെയർ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ മാത്രം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. വേറെ മുടിയൊന്നും ഇടയിൽ കയറി വരാതെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുടി ഒന്നും കൂടെ നമ്മൾ നല്ലോണം ഒന്ന് ചീപ്പി ജടയൊക്കെ അറുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ ചീപ്പ് വെച്ചിട്ട് തന്നെ ഒരു കുറച്ച് പോർഷനിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക. ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കുറച്ചിങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിട്ട് സ്ട്രെയിറ്റ്നർ എടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും നമ്മൾ സ്പീഡ് കുറച്ച് പതുക്കെ ചെയ്യുന്ന രീതിയിലിരിക്കും അത് സ്ട്രെയിറ്റ് ആവുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്പീഡ് കുറച്ച് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ സ്ട്രെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ചീപ്പും സ്ട്രെയിറ്റ്നറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതും വളരെ കുറവായിരിക്കണം. അല്ലാതെ ചീപ്പ് പോയി കുറേ നേരം കഴിഞ്ഞിട്ടല്ല സ്ട്രെയിറ്റ് ആക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കണ്ടോ, ഒരു വട്ടം ചെയ്തപ്പോഴത്തേക്കും തന്നെ അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് 200 ആണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനേക്കാളും കൂട്ടി ചെയ്യാം, അതിനേക്കാളും കുറച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മുടിക്ക് അത് ഓക്കെ ആവുന്നതെന്ന് നോക്കണം. കുറച്ചും കൂടെ ചുരുണ്ട മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഹീറ്റിൽ ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ എത്ര വട്ടം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരത്തുള്ളൂ. നല്ല അത്യാവശ്യം കുറച്ചൊരു വേവ്നെസ് മാത്രമുള്ള മുടിയാണെങ്കിൽ ചിലപ്പോൾ അത്ര പോലും വേണ്ടി വരത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഒരു 2 വട്ടം ചെയ്യുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആ മുടിയിൽ തൊടരുത്. ഞാനിപ്പോൾ നിങ്ങളെ ആ മുടിയുടെ സ്ട്രെയിറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് തൊടുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ആ മുടിയിൽ തൊടരുത്. അത് അങ്ങനെ തന്നെ നമ്മളെടുത്ത് മാറ്റിയിടണം. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് ചിലപ്പോൾ ഡേർട്ട് കാണും, എന്തെങ്കിലും ഓയിൽ വല്ലതും കാണും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോണ്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും അടുത്ത സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ ചെയ്യുക. ബാക്കിയുള്ള മുടി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം രീതിയിൽ തന്നെ ചെയ്യുക. ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയ സെക്ഷൻസ് നമ്മൾ എടുക്കുന്നോ അത്രയും കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എത്ര ചെറിയ സെക്ഷൻസ് എടുക്കാൻ പറ്റുമോ അത്രയും ചെറിയ സെക്ഷൻസ് നമ്മൾ ആദ്യം എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നമുക്ക് വലിയ സെക്ഷൻസിലും കുറച്ചുകൂടെ നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോൾ നല്ലോണം സമയം എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇതിന് കുറച്ച് ചില പോർഷൻസിൽ കുറച്ച് ലാഗൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതെനിക്ക് ഈ വീഡിയോയിൽ വേറെ എവിടെയും പറയാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അങ്ങ് പറയുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെമ്പററി ആയിട്ട് നമ്മൾ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്നതിനും കുറച്ച് ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഹെയർ സെറമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ അത് ഒരു പരിധി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും നമ്മൾ എന്ത് കാര്യവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് കുറച്ച് ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ്നർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ലപോലെ മുടി കെയർ ചെയ്താൽ, അതായത് വിയർക്ക് ഒന്നും ചെയ്യാതെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടം സ്ട്രെയിറ്റ് ചെയ്താൽ ഏകദേശം ഒരു 4 to 5 days അടുത്ത ഹെയർ വാഷ് വരെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത 5 ദിവസത്തേക്ക് വീണ്ടും സ്ട്രെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ നമ്മളത് മാത്രമല്ല, ഞാനിപ്പോൾ കൂടുതലും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും എപ്പോഴും ചെയ്ത് മുടി നമ്മൾ അത്രയും ഡാമേജ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്കും ചെയ്യുന്നതാണ് നമ്മൾ കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഇതിന് മുടിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡാമേജ് കുറയ്ക്കാൻ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഇത് ചെയ്യാതിരിക്കുക. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതെന്തായാലും മുടിക്ക് കേട് തന്നെ. അതിനിപ്പോൾ പെർമനൻ്റ് ആയാലും ടെമ്പററി ആയാലും. പെർമനൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കേടാണെന്നുള്ളൂ. ടെമ്പററി ആയിട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും ചെയ്യാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മളിതാ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പം സ്ട്രെയിറ്റ് മാത്രമല്ല, നമുക്ക് നല്ലോണം സ്മൂത്തും കൂടെ ആയിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലെ മുടിയും കൂടെ അയച്ചിട്ടിട്ട് ഞാനത് കമ്പയർ ചെയ്ത് കാണിച്ചു. അപ്പുറത്തെ സൈഡിലെ മുടി കണ്ടോ, അത് കുറച്ചുകൂടെ കേളി ആയിട്ട് റഫായിട്ടൊക്കെ കിടക്കുമായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം സ്മൂത്തായി സ്ട്രെയിറ്റായി നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങ് മേളിൽ നിന്ന് താഴെ വരെ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു സൈഡിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ലുക്ക്. ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് 2 സൈഡും ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. നോക്ക്, മുമ്പുണ്ടായിരുന്ന ഹെയറിനേക്കാൾ എന്ത് വ്യത്യാസം നോക്കിയപ്പോൾ കണ്ടോ, ഇതേപോലെ സ്ട്രെയിറ്റ് ആവും. ഞാൻ പണ്ട് ചെയ്തിരുന്ന ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ് ഒന്നും ഇത്രയും സ്ട്രെയിറ്റ് ആവത്തില്ലായിരുന്നു. മുഖത്തിന് ചേരുന്ന ഓരോ ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പം സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഉള്ള നമ്മുടെ മുഖം ആയിരിക്കത്തില്ല കേൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നമ്മുടെ മുഖം. നമ്മുടെ മുഖത്തിനും ഈ മുടിക്കും തമ്മിൽ ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതായത് നമ്മുടെ മുഖത്തിന്റെ ഒരു മൊത്തമുള്ളൊരു ലുക്കേ നമ്മുടെ മുടി കാരണം മാറിക്കളയും. ചിലർക്ക് കേളി ഹെയർ അത് അവരുടെ മുഖത്തിന്റെ കൂടെ ഒരു ഐഡന്റിഫിക്കേഷൻ. അവർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഖമേ മാറിപ്പോവും. അപ്പോൾ ആ കേളി ഹെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം അത്രയ്ക്ക് സ്യൂട്ടാവുമായിരിക്കും. ചിലർക്ക് സ്ട്രെയിറ്റ് ഹെയർ അത്രയ്ക്ക് സ്യൂട്ടാവുമായിരിക്കും. ഇപ്പം എനിക്കിപ്പോൾ സ്ട്രെയിറ്റ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കാമായിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ്. മറ്റേ എനിക്കിങ്ങനെ ചുരുങ്ങി കിടക്കുന്നതിനേക്കാളും എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ ഇത് കണ്ടോ, നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പാർലറിലൊക്കെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓരോ വട്ടം ചെയ്തിടുമ്പോൾ ആ സമയത്തേക്ക് ഉള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും പോയി അതിനുള്ള പൈസ കൊടുക്കണം. ഇതിപ്പോൾ കണ്ടോ, നമ്മളിത് എവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യും. ഞാനിനിപ്പോൾ ഈ വീഡിയോ ഇനി കുറച്ചും കൂടെ ലെങ്തി ആക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ വോയിസ് ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാൻ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തേക്കുക. അപ്പോൾ ഈ മുറിയിലാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞ ശേഷം നമ്മൾ വിയർക്കോ ചൂടടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ ഉടനെ തന്നെ വിയർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ
ഫുള്ളായിട്ട് എന്തായാലും ഈ സ്ട്രൈറ്റ് ചെയ്തേക്കുന്നത് പോകത്തില്ല. പക്ഷെ ഇതാ നമ്മളിപ്പോൾ കഴുത്തേക്ക് ഇങ്ങനെ ഇട്ടേക്കുക. ഇപ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും ഭയങ്കര ചുരുൾ ചെറിയ എന്തെങ്കിലും ഒരു വേവ്നെസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇതെന്തായാലും ഭയങ്കരമായിട്ട് ഇനി ചുരുളത്തില്ല. അടുത്ത ഹെയർ വാഷ് വരെ നമ്മുടെ മുമ്പത്തെ മുടിയുടെ ടെക്സ്ചർ എന്തായാലും ഇതാവത്തില്ല. നമ്മളിത് അത്ര രീതിയിൽ ഒരുപാട് വിയർക്കാത്ത കൺട്രോൾ ചെയ്താൽ മതി. എന്തായാലും അത്ര വിയർത്താലും കുറച്ച് ഭാഗങ്ങളല്ലാതെ ഈ ഫുൾ ടെക്സ്ചർ ഒന്നും എന്തായാലും പോകത്തില്ല. അതാണ് ഈ സ്ട്രെയിറ്റ്നറിന്റെ ഒരു ബെനിഫിറ്റ് ആണത്. അപ്പൊ ഞാനിപ്പോൾ കുറേ നേരം സംസാരിക്കുന്നില്ല. കുറച്ച് നേരമെങ്കിലും ഒന്ന് കാറ്റടിച്ചിട്ട് പിന്നെ ഇത് വിയർക്കാനൊക്കെ വിടാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും മുടി തുടരുത്. നമ്മളിപ്പോൾ ഒരു മുടി അത് സ്ട്രെയിറ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമ്മുടെ കയ്യിൽ എണ്ണയും അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറ്റി അതിൻ്റെ ആ ഒരു ടെക്സ്ചർ വിട്ടു പോകത്തേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരം എന്നെ തൊടാതെ വിട്ടേക്കാം. പിന്നെ തൊടാതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ തൊടുന്നതിന് നമുക്കിതിപ്പം ഇങ്ങനെ ആക്കിയാലൊന്നും വലിയ പ്രശ്നം വരത്തില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഇത് നമ്മൾ എപ്പോഴും തൊട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്കും മുഖത്തിനായാലും മുടിക്കായാലും നമ്മൾ എപ്പോഴും തൊട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും കേട് തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രെയിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്തിട്ടിട്ട് നമ്മൾ ഈ ഹെയർ സെറം വെച്ച് ഒരു വട്ടവും കൂടെ ഒന്ന് നമ്മളിപ്പം ഇത് ഇട്ടിട്ട് നമ്മളിന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ എനിക്ക് വേറെ കുറച്ച് വീഡിയോസും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. പല ഹെയർ സ്റ്റൈൽസ് ഒക്കെ ട്രൈ ചെയ്യാനാണ് ഞാനിപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ദിവസം നിങ്ങൾ ഒരു വട്ടവും കൂടി ഇതൊന്ന് സെറ്റ് ചെയ്ത് ഒന്നും കൂടെ നമ്മൾ കയ്യിൽ തേച്ചിട്ട് ഒരുപാട് ഇട്ടങ്ങ് തേക്കരുത്. നമ്മൾ ഇങ്ങനെ ഒന്ന് ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം ലാസ്റ്റ് ചെയ്തിരുന്നോളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ എനിക്ക് അറിയാതെയാണെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലായിരുന്നു ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവും എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരത്ത് സൈഡിലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരാന്ന് പറയാനുണ്ടെങ്കിൽ അതും, അങ്ങനെയുള്ള എന്താണെന്നുണ്ടെങ്കിലും എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ.